ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പുതിയ വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല, ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞാനിന്ന് വന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സാമ്പാറിന് വേണ്ട മലക്കറികൾ ഞാൻ ആരെയും പരിചയപ്പെടുത്തണ്ടല്ലോ, എന്തൊക്കെ വേണമെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ തോരൻ പരിപ്പും ചേമ്പ് പിന്നെ ഒരു സവാള ഇത്രയും ഇട്ട് വേവിക്കാം. തോരൻ പരിപ്പ് ഞാൻ ഓറഞ്ച് കളർ തോരൻ പരിപ്പാണ്. ഇതിന് സാധാരണ സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പരിപ്പിന് അത് ഉണ്ടാവത്തില്ലെന്നാണ് എനിക്കത് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനത് പറഞ്ഞത്. അപ്പം നമുക്ക് മലക്കറികളെല്ലാം വൃത്തിയാക്കി അതെല്ലാം എടുക്കാം. അപ്പോൾ തൊണ്ടൻ മുളക് ഇപ്പോൾ എൻ്റെ പച്ചക്കറി തോട്ടത്തിലുണ്ടായതാണ്. അപ്പോൾ 2 നല്ല വിളഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഞാൻ കരുതി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അത് എടുക്കാമെന്ന് കരുതി അങ്ങനെ 2 തൊണ്ടൻ മുളകൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കറിവേപ്പില പറിക്കണമായിരുന്നു. എനിക്കൊരു കറിവേപ്പില മരം ഉണ്ടെന്ന് ഇതിനു മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ചെറിയ ഒരു ഇതാണ്, നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കറിവേപ്പില. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും എടുത്ത് നമുക്ക് നമ്മുടെ സാമ്പാർ വയ്ക്കാനായിട്ട് തുടങ്ങാം. 2 തൊണ്ടൻ മുളകേ നല്ല വിളഞ്ഞ് വന്നിട്ടുള്ളൂ. അതും ഒരു ചെറിയ കൊണ്ട കറിവേപ്പില എടുത്തു. അപ്പോൾ നമ്മളിവിടെ മലക്കറി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെയും മുളകിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാമിയാണ് വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് എല്ലാം തഴച്ച് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് കറിവേപ്പില, മല്ലിയില, തൊണ്ടൻ മുളക് അത് നമുക്ക് പ്രത്യേകം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. മലക്കറികളെല്ലാം അരിഞ്ഞു. ഇനി നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അത് കടുവറുത്ത് നമുക്ക് ആദ്യം പരിപ്പിനെ മസാലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കടുക് എല്ലാം വറുത്തെടുത്തു. ഇനി നമുക്കിതിൽ പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ട് ചെറിയൊരു എണ്ണയിലിട്ട് ചെറിയൊരു മൂപ്പ്, അതായത് സാമ്പാറിന് നമുക്ക് നല്ലൊരു കളറൊക്കെ വരണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിന് നല്ലൊരു കളറായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പരിപ്പെല്ലാം അവിടെ വെന്ത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിപ്പിനെ ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പരിപ്പെല്ലാം കറക്റ്റ് വെന്ത് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളകിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ബാക്കി അതിൽ കഴുകി കുറച്ച് വെള്ളം കൂടെ പരിപ്പിൻ്റെത് വരും. അതിനെ കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. ഇത്രയും കൂടെ ആക്കി റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മലക്കറികളെല്ലാം ആ കുക്കറിൽ തന്നെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കല്ലുകായമാണ് ഞാൻ ചേർക്കുന്നത്. പൊടിക്കായം അവസാനം ഒന്ന് ചെറുതായിട്ട് തൂറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ LGയുടെ കല്ലുകായമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിന് ഇത്രയുണ്ട്, ഇതിൻ്റെ പകുതി മതി. നമുക്കിതിനെ തറയിൽ വെച്ച് പൊട്ടിച്ച് അതിൻ്റെ പകുതി നമുക്ക് ഈ മലക്കറിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ നമുക്കിടണം. അപ്പോൾ വെളുത്തുള്ളിയും കടുകും കായവും കൂടെ നമുക്കിതിനകത്തോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ച് 2 വിസിൽ മതി. 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് പുളി എടുത്തത്. പുളി ഇത്രയും കൂടെ എടുത്ത് നമുക്ക് ആ പരിപ്പിൻ്റെ വെള്ളം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഞവിടെ പിഴിഞ്ഞ് ആ കൊത്തിനെല്ലാം മാറ്റിയിട്ട് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ഇനി അടുത്ത ഇഡ്ഡലിയുടേത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് മറ്റൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇഡ്ഡലി നമുക്ക് കോരി ഒഴിച്ച് അതിനെയും വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മലക്കറിയുടെ വിസിലെല്ലാം കേട്ട് മലക്കറിയും വെന്ത് ക്ലിയർ ആകും.
3 തട്ട് ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ എനിക്ക് ഇഡ്ഡലി എല്ലാം ക്ലിയറായിട്ട് വരും. പിന്നെ ഇവിടെ വാപ്പായ്ക്ക് ഈ ഇഡ്ഡലിയല്ല, ചെറിയ ഇഡ്ഡലിയാണ്, ചെറിയ ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഇതിന് മുൻപ് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് എടുക്കണ്ടെന്ന് കരുതി എടുക്കാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുക്കർ തുറന്ന് നോക്കാം. മലക്കറി എല്ലാം വന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് തന്നെ നമുക്ക് നേരത്തെ കടുവൊക്കെ വറുത്ത് പരിപ്പെല്ലാം തിളപ്പിച്ച് വെച്ചിരിക്കുന്നതിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഇപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളമേ ഉള്ളപ്പോൾ അതും കൂടെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ഇനി ഇതിലിടേണ്ട പൊടികളെന്ന് പറയുന്നത് ജീരകം നമ്മൾ പൊടിച്ചതിടണം, അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയും ഇടണം. ഇത് രണ്ടും നമുക്ക് ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇടേണ്ട പ്രധാന ഇതെന്തെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കായപ്പൊടിയും കൂടെ ഇട്ടു. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇടണം. എനിക്ക് സാമ്പാറിലും രസത്തിലും നന്നായിട്ട് മല്ലിയില വേണം. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. എൻ്റെ മാമിക്കാണെങ്കിൽ മല്ലിയില ഒട്ടും ഇഷ്ടമില്ല, പാവം കേട്ടോ. പക്ഷേ ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്ന സമയത്ത് ആദ്യം നുള്ളി കളയും. എന്നിട്ടാണ് മല്ലിയില ഇല്ലാതെയാണ് അദ്ദേഹം കഴിക്കുന്നത്. എന്തോ മാമിക്ക് മല്ലിയില വലിയ ഒരു പിടുത്തമില്ല. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനായിട്ട് നോക്കാം. ഓക്കേ, ഇതിപ്പോൾ ചെറിയ ഇഡ്ഡലിയാണ്. വാപ്പായ്ക്ക് ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കിയതാണ് കൊടുക്കുന്നത്. ചായ ഒഴിച്ച് വാപ്പാടെ ഇതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.